നമ്മളിനി സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. നമ്മൾ എത്ര ചെയിനാണോ നമ്മൾ ബേസ് ചെയിൻ ഇട്ടിരിക്കുന്നത്, ആ ബേസ് ചെയിൻ്റെ കൂടെ നമ്മൾ അഡീഷണലി ഒരു ചെയിനും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഒരു ചെയിനും കൂടി അഡീഷണൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിനി ആ അഡീഷണലി ഇട്ട ഒരു ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ അഡീഷണൽ ഇട്ട ഒരു ചെയിൻ. അത് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തതിലേക്ക് ഇൻസേർട്ട് ദ ഹൂക്ക്. ഓക്കെ, yarn over, pull up the loop. നമുക്ക് രണ്ട് ലൂപ്സ് ഇവിടെ ഉണ്ട്. yarn over, pull through, 2 loops. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. ഇൻസേർട്ട് ദ ഹുക്ക്, yarn over, pull up the loop, yarn over, pull through, 2 loops. Insert the hook, yarn over, pull up the loop, yarn over, pull through, 2 loops. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇടുന്നത്. നമുക്കൊന്ന് 2 പ്രാവശ്യം കൂടി നമുക്കിടാം. Insert the hook, yarn over, pull up the loop, yarn over, pull through, 2 loops. Insert the hook, yarn over, pull up the loop, yarn over, pull through, 2 loops. Insert the hook, yarn over, pull up the loop, yarn over, pull through, 2 loops. Insert the hook, yarn over, pull up the loop, yarn over, pull through, 2 loops. ഇങ്ങനെ നമുക്ക് ഒരു 5 ബേസ് ചെയിനോ 10 ബേസ് ചെയിനോ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് റോ 2 ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്, നമുക്ക് ഒരു ചെറിയ ഹൈറ്റ് മാത്രം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ ഹൈറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലും ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലെ ഹോൾ പോലെ കാണാൻ പറ്റും. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് വലിച്ച് ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഇനി സെക്കൻഡ് റോ ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് റോ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് റോ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ 1 കഴിഞ്ഞിട്ട് വർക്ക് ടേൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്രണ്ടിൽ കൂടി വേണം ടേൺ ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ നിർത്തിയിരിക്കുന്നത്. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാണ് ചെയ്തു തന്നിരിക്കുന്നത്. നമ്മൾ നമ്മളുടെ ഫ്രണ്ടിൽ കൂടി ടേൺ ചെയ്യണം. എന്നിട്ട് ഇപ്പം നമ്മളിട്ട് അങ്ങനെ ചെയിനില്ലേ, ആ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് മുതൽ, ഇതാണ് നമ്മളിപ്പോൾ ഇട്ട ചെയിൻ, ആ ചെയിൻ സ്കിപ്പ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് ഇതാണ്. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ആ വിയിൽ കൂടി അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുക, നമ്മുടെ നോർമൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ച് കിട്ടും. ഈ സ്റ്റിച്ച് എപ്പോഴും ആസ് എ ബിഗിനർ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യണം. സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുക. ഇനി ഒന്നും കൂടി ചെയ്യുക കേട്ടോ. നമുക്ക് ഈ റോ മൊത്തം ആ വിയിൽ കൂടി ഫുൾ സ്റ്റിച്ചിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും സ്റ്റിച്ച് മിസ്സായി പോയിന്നോ അല്ലെങ്കിൽ ശരിയാവണില്ല എന്നോ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ചെയ്യണം. അഴിക്കുന്നതിന് നമ്മൾ ക്രൂഷ്യൽ പറയുന്നത് ഫ്രോഗിങ് എന്നാണ്. അപ്പോൾ ഫ്രോഗ് ചെയ്യണം. എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രോഗ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ,
ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് വി കണ്ടോ, ഈ വിയിൽ കൂടി വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വി കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഏതൊരു റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ ഇടണം എന്ന് പറഞ്ഞു. സ്റ്റിച്ച് മാർക്കർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം, നമുക്ക് ആ വി കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ആ വി. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ വി. അപ്പോൾ ഈ വി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് വി കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ഇവിടെ ഏതൊരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഏതൊരു റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഇടാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് റിക്സ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കത് തനിയെ കിട്ടും. പക്ഷെ അത് അത്ര നാൾ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ എന്ത് ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ ഇടാം. ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, ചെയിൻ 1 ടേൺ, ആദ്യത്തെ ടേണിങ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ആദ്യത്തേൽ മുതൽ സിംഗിൾ ക്രോഷ് ചെയ്യണം. ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. ഇനി സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് റിമൂവ് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് നമുക്ക് ഹൈറ്റ് കൂട്ടണ്ട. നമ്മൾ ഫിനിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അഡീഷണലി ചെയിൻ ഒന്നും ഇടേണ്ട കാര്യമില്ല. ഒരു ചെയിൻ ഇട്ടിട്ട് ടേൺ ചെയ്താലും പ്രശ്നമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് ചെയ്യുക, പുള്ളപ്പ് ദ ലൂപ്പ്. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കാണില്ലേ, ഇപ്പം നമ്മൾ വലിച്ചെടുത്ത ലൂപ്പില്ലേ, ആ ലൂപ്പ് നമ്മളുടെ ആദ്യം ഓൾറെഡി ഉള്ള ലൂപ്പിൽ കൂടി വലിച്ചെടുക്കുക. അതാണ് വേണ്ടത്. ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഒന്നുകൂടി കാണിച്ചു തരാം. ഇൻസേർട്ട് ചെയ്യുക, പുള്ളപ്പ് ദ ലൂപ്പ്. 2 ലൂപ്പുണ്ട് നമ്മളുടെ കയ്യിൽ, കണ്ടോ. ആദ്യത്തെ ലൂപ്പ് നമ്മൾ പുള്ള് ചെയ്ത ലൂപ്പ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ലൂപ്പിലേക്ക് വലിച്ചെടുക്കുക. ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ലൂപ്പിൽ കൂടി എന്ത് ചെയ്യുക, വലിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ട നമുക്ക് ഹൈറ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് റോയിൽ തന്നെ ഒരു ഫിനിഷിംഗ് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫിനിഷിംഗ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്. ഓക്കെ, ഞാൻ ഈ റോ മൊത്തം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഒന്നും ആഡ് ആവില്ല സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ. കണ്ടോ, സെയിം ഹൈറ്റ് തന്നെയല്ലേ പറ്റുന്നതെന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ട് ഇടാൻ പ്രാക്ടീസ് ചെയ്യണം, യാൺ എങ്ങനെ ഹോൾഡ് ചെയ്യുക, ഹുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത്, പിന്നെ ചെയിൻസ് ഇടാനായിട്ട് ചെയിൻസാണ് ഫൗണ്ടേഷൻ സ്റ്റിച്ച്. നമ്മൾ ഒരുവിധം എല്ലാ വർക്കുകളും ക്രോഷ്യയിലെ ഒരുവിധം എല്ലാ വർക്കുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻസ് ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെയിൻസ് ഇടാനായിട്ട് പെർഫെക്റ്റ് ആയിരിക്കണം. ചെയിൻസ് ഇട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച്, ഇത്രയും ഇട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇതേ നമ്മൾ നേരത്തെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് വെച്ചിരുന്നത് ഫസ്റ്റ് സ്റ്റിച്ച് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. നമ്മളിനി ഏതൊരു പ്രൊജക്റ്റ് എൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഒന്നില്ലെങ്കിൽ ഇത് മൊത്തം വലിച്ച് ഓക്കെ ഇതങ്ങോട്ട് കട്ട് ചെയ്യുക. നമുക്ക് എന്തോരം ടെയിലാണോ ആവശ്യമുള്ളത് ആ ഒരു ടെയിൽ നമുക്ക് വേണ്ട ലെങ്ത്തിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ച് കളഞ്ഞാലും മതി, അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് അവിടെ ഒരു ചെയിനും കൂടി ഇട്ടിട്ടായാലും നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്ത് നമുക്ക് കളയാം. കണ്ടോ ഫിനിഷിങ് കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതുപോലെ ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയിൻസ് ഇട്ടു, സിംഗിൾ ക്രോഷ്യ ഇട്ടു ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു.
ഓക്കെ, ഇത്രയും നന്നായിട്ട് ഇന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ.